ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നത്? നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് 3 ഓഫ് കപ്സ്, 10 ഓഫ് വൺസ്, 4 ഓഫ് പെൻറ്റക്കിൾസ്, 8 ഓഫ് കപ്സ്, 7 ഓഫ് വൺസ്. നമുക്കിതിനൊരു ക്ലാരിറ്റിക്ക് നോക്കാം. 3 ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് വൺസ്, 6 of swords, 8 of wands, 4 of swords. ഇതിൽ ഫസ്റ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത് 3 ഓഫ് കപ്സ് ആണ്. ഇതൊരു ആഘോഷത്തിൻ്റെ കാർഡാണ്. ആഘോഷങ്ങൾ വീട്ടിലെ ബന്ധുക്കളുടെ വീട്ടിലോ അടുത്ത സുഹൃത്തുക്കളുടെ അടുത്തോ നമ്മളൊരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നു. അതിന് ഒരു കാരണം, ഇതിനൊരു നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും കൂടെ ഒരു പാർട്ടി കൊടുക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതായിട്ട് ഇന്ന് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനൊരു ക്ലാരിറ്റി ആയിട്ട് എടുത്തിരിക്കുന്നത് 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒരു പക്ഷേ ഇതൊരു എന്തെങ്കിലും കോഴ്സ് പാസ്സായതിൻ്റെ ട്രീറ്റോ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ധനപരമായി എന്തെങ്കിലും ഒരു ഇത് കിട്ടിയതിൻ്റെയോ അങ്ങനെ എന്തോ ഒരു ഇത് അതിൻ്റെ പേരിലൊരു ആഘോഷം നടക്കുന്നതാണ് ഇന്നത്തെ ദിവസം ഉള്ളത്. ഇത് 10 ഓഫ് വാൺസ് ആണ്. ഇത് നമ്മൾ ഒരുപാട് ഭാരം താങ്ങിയിട്ട് നടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്നൊരു പക്ഷേ എടുത്താൽ പൊങ്ങാത്ത ഭാരമായിട്ട് എന്തെങ്കിലും വീട്ടിലോ വേറെ ജോലി സ്ഥലത്തോ എന്തെങ്കിലും നിങ്ങൾക്കൊരു ഭാരം അനുഭവപ്പെടുന്നൊരു ദിവസമായിരിക്കും. നമ്മളത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതെ എനിക്കത് എല്ലാം ഞാൻ ചെയ്യാം എന്ന് വെച്ചിട്ട് എടുത്തു വെച്ചിട്ട് അതൊരു ഭാരമായിട്ട് തോന്നുന്നതായിരിക്കാം. അപ്പോൾ നമ്മൾ വേണ്ടത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവരോട് പറയുക. എനിക്ക് ഇത്രയേ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്കെല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തുറന്ന് പറയുക. അതിനൊരു ക്ലാരിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്ന 5 ഓഫ് വാൺസ് ആണ്. ഇത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെല്ലാവരും കൂടെ നിങ്ങളുടെ മേലെ ഒരു വഴക്ക് കൂടുന്ന ഒരു അവസ്ഥയാണ്. അതൊരു പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് തന്നെയായിരിക്കും. നിങ്ങളുടെ എല്ലാം എടുത്തു വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾക്ക് ദേഷ്യം വരും, നിങ്ങളുടെ സംസാരം ഉണ്ടാവും, അവരോട് കയർത്ത് സംസാരിക്കേണ്ടി വരും. ഏറ്റവും നല്ലത് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കുക. പറ്റാത്ത കാര്യങ്ങൾ നോ പറയേണ്ടടുത്ത് നോ പറയുക. അത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാം, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അങ്ങനെ ഇത്ര നാൾ നീ ചെയ്തിരുന്നു, പിന്നെ എന്തുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ ഒരിത്. അപ്പോൾ നമ്മളത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എപ്പോഴും തുറന്ന് സംസാരിക്കുക. ഇവിടെ 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് ധനപരമായിട്ട് നിങ്ങൾ വളരെയധികം പിടിച്ചു വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതെന്തോ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ഒരുപാട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ പണം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പോൾ ഓരോ കാരണങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ടും. പക്ഷേ അത് കാരണം ഇതിന് ക്ലാരിറ്റി കിട്ടിയിരിക്കുന്നത് 6 ഓഫ് സോഡ്സ് ആണ്. നിങ്ങൾ ചിലപ്പോൾ ഇവിടുന്ന് ജോലി നിങ്ങളുടെ നഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും കാരണം കൊണ്ട് അവിടുന്ന് മൂവ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ പൈസയുടെ കാര്യത്തിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് ഇത് കാണിക്കുന്നത്. നമ്മൾ വേറെ സ്ഥലത്തേക്ക് സ്ഥലം മാറേണ്ടതോ വീട് മാറുന്നതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ആകുമ്പോൾ കുറച്ച് പണത്തിൻ്റെ ആവശ്യം കൂടുതൽ വരും. അതുകൊണ്ടായിരിക്കും നിങ്ങളൊന്ന് സ്ട്രിക്റ്റ് ആവുന്നത്. ഇത് 8 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ നിന്ന്, ബന്ധങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നൊരവസ്ഥയാണ്. ഒരുപക്ഷെ അവിടെ ആഗ്രഹിക്കുന്ന അത്രയും സ്നേഹമോ സന്തോഷമോ കെയറോ കിട്ടാത്തത് കൊണ്ട് അവസാനം അത് പിൻവലിഞ്ഞു പോവാം. എനിക്ക് വേണ്ട, ഞാൻ പോവുകയാണ് എന്നുള്ള ഇതിൽ ആൾക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല ആളാണ് പോകുന്നത്. പക്ഷേ ആൾ പോകേണ്ടി വരുന്നു. ചിലപ്പോൾ അകലേക്കുള്ള ഒരു യാത്രയായിരിക്കാം, താൽക്കാലികമായ ഒരു പിരിയലായിരിക്കാം, സെപ്പറേഷൻ വേണ്ടി വന്നേക്കാം സാഹചര്യം മൂലം, വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂലം. പക്ഷേ ഇത് ഒരു സമയം മാറി മറിയുമ്പോൾ അതിൻ്റെ ആ ഒരു സാഹചര്യം ഉണ്ടാവില്ല.
വീണ്ടും റീയൂണിയൻ ഉണ്ടാവും എന്നുള്ള ഒരു സൂചനയാണ് കൊടുക്കുന്നത്. ഇതിൽ ക്ലാരിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്നതും 8 ഓഫ് വാൻഡ്സ് ആണ്. അപ്പം ഒരുപക്ഷെ നിങ്ങൾ വിദേശത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു താൽക്കാലികമായൊരു അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. 7 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ എല്ലാവരും നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ, നിങ്ങളുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ആളുകൾ ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പം പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷെ അതിനൊരു ക്ലാരിറ്റി ആയിട്ട് കിട്ടിയിരിക്കുന്നത് 4 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേദനയും വിഷമങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്കത് ഒരു റെസ്റ്റിലേക്ക് പോവുകയാണ്. എനിക്ക് ഇനി മതി, എനിക്ക് വയ്യ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോവുകയാണ്. ചിലപ്പോൾ അത്രയ്ക്ക് ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ പ്രഷർ, നിങ്ങളുടെ മറ്റുള്ളവർ തരുന്ന ഒരു പ്രഷർ അത്രയ്ക്കധികം ഉണ്ടായിരിക്കാം. നമുക്കൊരു ഒറക്കിൾ മെസ്സേജ് കൂടി നോക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്താണ് കൊണ്ടുവരുന്നത് എന്നുള്ളത്. ലെറ്റ് ഗോ എന്നാണ് കിട്ടിയിരിക്കുന്നത്. മേക്ക് റൂം ഫോർ ദ ന്യൂ ബിഗിനിങ് ഓൺ ഇറ്റ്സ് വേ ടു യു നൗ. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. അങ്ങനൊരു മെസ്സേജാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മുന്നോട്ട് പോവുക. യൂണിവേഴ്സിൽ അർപ്പിച്ചിട്ട് നിങ്ങൾ എല്ലാം നല്ലതിനായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് യൂണിവേഴ്സ് എല്ലാ സക്സസ്സും കൊണ്ടുതരും. എല്ലാം പരീക്ഷണങ്ങൾ മാത്രമാണ്. ഇന്ന് എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു എല്ലാം നല്ലതിന് വേണ്ടിയായിരിക്കാം, നല്ല തുടക്കത്തിന് വേണ്ടിയിരിക്കാം. അങ്ങനെ വിചാരിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. പിന്നെ എൻ്റെ ഈ റീഡിങ് റെസനേറ്റ് ആവുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്കുള്ള പ്രോത്സാഹനമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.